വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 5th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഓപ്പിയം ആൻഡ് എഫിഡ്രിൻ ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൽക്കലോയിഡ്സിൽ വരുന്ന ടോപ്പിക്കാണ് ആൽക്കലോയിഡ്സ്, വിംഗ ആൽക്കലോയിഡ്സ്, റവോൾഫിയ, ബെല്ലഡോണ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്പിയം ആണ്. ഓപ്പിയത്തിൻ്റെ സിനോണിംസ് ആണ് ക്രൂഡ് ഓപ്പിയം, റോ ഓപ്പിയം, ഗം ഓപ്പിയം. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എയർ ഡ്രൈഡ് മിൽക്കി ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻസിഷൻ ഫ്രം അൺഡ്രൈഡ് ക്യാപ്സ്യൂൾസ് ഓഫ് പപ്പാവർ സോംനിഫറം ലിൻ or its variety Papaver album decne family Papaveraceae. ഇപ്പോൾ പപ്പാവർ സോംനിഫറം ലിൻ അല്ലെങ്കിൽ പപ്പാവർ ആൽബം ഡെക്നെ ഫാമിലി പപ്പാവറേഷ്യ ആണ്. അതിൽ നിന്നുള്ള അൺഡ്രൈപ്പ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾസിനെ ഇൻസിഷൻ ചെയ്ത് കിട്ടുന്ന മിൽക്കി ലാറ്റക്സിനെ എയർ ഡ്രൈ ചെയ്താണ് ഓപ്പിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് മോർഫിൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2% കൊഡീൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% തീബൈൻ. ഇതാണ് ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്. ജിയോഗ്രഫിക്കൽ സോഴ്സ് വേൾഡിൽ തന്നെ ഈ ഒരു ഓപ്പിയം എവിടെയൊക്കെയാണ് കാണുന്നത്? തുർക്കി, റഷ്യ, യുഗോസ്ലേവിയ, ടെസ്മാനിയ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, മ്യാൻമാർ, തായ്ലാൻഡ് ഇവിടെയൊക്കെയാണ് വേൾഡിൽ ഈ ഒരു ഓപ്പിയം കാണുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത് മെയിൻലി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമാണ്. ഓപ്പിയത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? 3400 BC മെസ്സൊപ്പൊട്ടാമിയയിലാണ് ഓപ്പിയത്തിൻ്റെ കൾട്ടിവേഷൻ ബിഗിൻ ചെയ്തിരിക്കുന്നത്. 1300 BC ഈജിപ്ഷ്യൻസ് ഓപ്പിയം കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ടിബേഷ്യം എന്നാണ് പറയുക. 460 to 370 BC ഹിപ്പോക്രേറ്റ്സ് വൈറ്റ് പോപ്പിൻ്റെ ജ്യൂസ് ആസിഡ്സിൻ്റെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓപ്പിയം ഒരു നാർക്കോട്ടിക് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 356 to 323 BC അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് ഓപ്പിയത്തിനെ ഇന്ത്യയിലോട്ടും പേർഷ്യയിലോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 17th സെഞ്ച്വറിയിൽ ചൈനയിൽ ടൊബാക്കോ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓപ്പിയത്തിൻ്റെ യൂസ് അവിടെ വൈഡ് സ്പ്രെഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 18th സെഞ്ച്വറിയിലാണെങ്കിൽ എന്ത് ചെയ്തു? ഓപ്പിയത്തിൻ്റെ സപ്ലൈയും അതേപോലെ പ്രൈസിംഗ് ഒക്കെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. 1805 ഫ്രെഡറിച്ച് ഡബ്ല്യു സെർച്യൂണ് ഓപ്പിയത്തിൻ്റെ മെയിൻ ആൽക്കലോയിഡിനെ ഐസൊലേറ്റ് ചെയ്തു. അതിനെ മോർഫിയം, പിന്നീട് അതിന് മോർഫിൻ എന്നറിയപ്പെടുന്നുണ്ട്. മോർഫിയം എന്നാണ് അതിനെ നെയിം ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് ആണ് കൊഡീൻ, പെപ്പാവറിൻ, അതർ ആൽക്കലോയിഡ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതാണ് ഓപ്പിയത്തിൻ്റെ ഹിസ്റ്ററി. ഇനി 19th സെഞ്ച്വറിയിൽ USA എന്താണ്? ഓപ്പിയത്തിൻ്റെ പ്രിപ്പറേഷൻസും അതേപോലെ പാറ്റന്റ് മെഡിസിൻസ് ഒക്കെ വൈഡ്ലി അവൈലബിൾ ആവാൻ തുടങ്ങി. യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് സോൾജേഴ്സിന് ഓപ്പിയം പിൽസാണ് കൊടുത്തിരുന്നത്, മോർഫിൻ സൾഫേറ്റ് ഒക്കെ. അതുകൊണ്ട് തന്നെ അതിനെ ആർമി ഡിസീസ് അല്ലെങ്കിൽ സോൾജേഴ്സ് ഡിസീസ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 1870s മോർഫിനെ അസറ്റൈലേഷൻ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കാനുള്ള അറ്റംപ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1870. 1898 ജർമ്മൻ കമ്പനി ബെയർ മാനുഫാക്ചർഡ് ഡൈ അസറ്റാൽ മോർഫിൻ ഇൻ ബൾക്ക്. അതായത് ഹെറോയിൻ, ഡൈ അസറ്റാൽ മോർഫിനെ ജർമ്മൻ കമ്പനി ബെയർ ഒക്കെ മാനുഫാക്ചർ ചെയ്തു. 1914 ഓപ്പിയത്തിനെയും അതിൻ്റെ ഡെറിവേറ്റീവ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മേജർ US ലോ ലോഞ്ച് ചെയ്തത് 1914 1999 അഫ്ഗാനിസ്ഥാൻ ഒരു ബമ്പർ ഓപ്പിയം ക്രോപ്പിനെ ഡിക്ലെയർ ചെയ്തു. അത് അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് വേൾഡ്സ് ഹെറോയിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പിയത്തിൻ്റെ ഹിസ്റ്ററിയിൽ പറയണത്. ഇനി ഓപ്പിയത്തിൻ്റെ കൾട്ടിവേഷനാണ്. ഓപ്പിയത്തിന് കൾട്ടിവേഷൻ കളക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ലൈസൻസിൻ്റെ അണ്ടറിൽ മാത്രമാണ് ഓപ്പിയത്തിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സീഡ്സ് എന്ന് പറയുന്നത് അലുവിയൽ സോയിലിൽ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ മാർച്ച് ടൈമിലാണ് നമ്മൾ ഈ സീഡ്സിനെ സോൺ ചെയ്യുന്നത്. ആഫ്റ്റർ ജെർമിനേഷൻ സ്നോഫോൾ ഒക്കേഴ്സ്. സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ്സ് 15 cm വരെയാണ് അത് ഗ്രോ ചെയ്യുന്നത്. ബെറ്റർ ക്രോപ്പ് ഈൽഡിന് വേണ്ടിയിട്ട് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ മെയ് സമയത്താണ് ഫ്ലവറിങ്ങും ക്യാപ്സ്യൂൾ മെച്ചുറേഷനൊക്കെ ബ്ലോസംസ് ഒക്കെ ഉണ്ടാവുക. ഏപ്രിൽ മെയ് സമയത്താണ്. ക്യാപ്സ്യൂൾസ് മെച്ചുവർ ആവുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്.
അപ്പോൾ ഇതാണ് കൾട്ടിവേഷനിൽ പറയുന്നത്. ഓപ്പിയം കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. സീഡ്സ് ഒരു ഒക്ടോബർ അല്ലെങ്കിൽ മാർച്ച് ടൈമിൽ അലുവിയൽ സോയിലിൽ സോൺ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ജെർമിനേഷൻ അവിടെ സ്നോഫോൾ ഒക്കെ ചെയ്യും, അങ്ങനെയാണ് ഗ്രോത്ത് വരിക. സ്പ്രിംഗ് സീസണിലാണെങ്കിൽ പ്ലാന്റ്സ് 15 സെൻറ്റിമീറ്റർ വരെ ഗ്രോ ചെയ്യുന്നുണ്ട്. ബെറ്റർ ക്രോപ്പ് ഈൽഡിന് വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ മെയ് സമയത്താണ് ബ്ലോസം ഉണ്ടാവുക. ക്യാപ്സ്യൂൾസ് മെച്യൂർ ആവുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. കളക്ഷൻ ഓഫ് ഓപ്പിയം. ഒരു അപ്രോക്സിമേറ്റ്ലി 4 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ ഉള്ള ക്യാപ്സ്യൂൾസ് ഗ്രീൻ ടു യെല്ലോ കളർ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇൻസിഷൻ അവർ റെഡി ആയി എന്ന് കാണുക. ഇൻസിഷൻ ഉണ്ടാക്കുക എങ്ങനെയാണ്? ക്യാപ്സ്യൂളിൻ്റെ സർക്കംഫറൻസിൽ ഒരു 1 മില്ലിമീറ്റർ ഡീപ്പായിട്ടാണ് ഇൻസിഷൻ ഉണ്ടാക്കുന്നത്. മിഡ് ഡേ ടു ഈവനിങ് സമയത്താണ് നമ്മൾ ഇൻസിഷൻ ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന നൈഫാണ് നഷ്ടർ. നഷ്ടർ എന്നാണ് ആ യൂസ് ചെയ്യുന്നത്. ഇൻസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൈഫിനെ പറയാം നഷ്ടർ എന്നാണ്. ഒരുപാട് ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കി ലാറ്റക്സ് അവിടെ എക്സ്യൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് ബ്രൗൺ കളറായിട്ട് മാറും. നെക്സ്റ്റ് മോർണിംഗിന് അതിന് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുത്ത് പോപ്പി ലീഫിൽ കളക്ട് ചെയ്യാവുന്നതാണ്. ഓരോ ക്യാപ്സ്യൂളും 2 to 3 തവണ ഒരു 2 to 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻ്റർവെൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രൈയിങ്ങും പാക്കിങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കളക്ട് ചെയ്തിട്ടുള്ള ലാറ്റക്സിനെ ഒരു ടിൽറ്റഡ് വെസലിൽ പ്ലേസ് ചെയ്യാം. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടിൽറ്റഡ് വെസലിൽ പ്ലേസ് ചെയ്യുക. എയറിനോട് എക്സ്പോസ് ചെയ്യുക, പ്രോപ്പർ കൺസിസ്റ്റൻസി കിട്ടും. അങ്ങനെ ബോൾസ് ആയിട്ട് അതിനെ നീഡ് ചെയ്യുക, കുഴയ്ക്കുക. എന്നിട്ട് പോപ്പി ലീവ്സിൽ റാപ്പ് ചെയ്തിട്ട് ഷെയ്ഡിൽ വെച്ച് ഡ്രൈ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ കളക്ഷനിൽ വരുന്നത്. അപ്പോൾ ക്യാപ്സ്യൂൾസ് ഒരു അപ്രോക്സിമേറ്റ്ലി 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഗ്രീൻ ടു യെല്ലോ കളറിലായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോഴാണ് അത് ഇൻസിഷന് റെഡി ആവുന്നത്. ഈ ഇൻസിഷൻ ഒരു 1 മില്ലിമീറ്റർ ഡെപ്തിലാണ് നമ്മൾ ക്യാപ്സ്യൂൾ സർക്കംഫറൻസിൽ അറൗണ്ട് ഉണ്ടാക്കുന്നത്. മിഡ് ഡേ ടു ഈവനിങ് ടൈമിലാണ് ഇൻസിഷൻ ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന നൈഫിന് നഷ്ടർ എന്നാണ് പറയുക. ഒരുപാട് ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിൽക്കി ലാറ്റക്സ് എക്സൂഡ് ചെയ്തിട്ട് കോയാഗുലേറ്റ് ചെയ്ത് ബ്രൗൺ കളറായിട്ട് മാറും. നെക്സ്റ്റ് മോർണിംഗിന് അതിന് നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് പോപ്പി ലീഫിൽ കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓരോ ക്യാപ്സ്യൂളിനും ഒരു 2 to 3 ദിവസം വരെ ഇടവിട്ടിട്ട് 2 to 3 തവണ കട്ട് ചെയ്യാവുന്നതാണ്. ഈ കളക്ട് ചെയ്തിട്ടുള്ള ലാറ്റക്സിനെ ഒരു ടിൽറ്റഡ് വെസലിൽ പ്ലേസ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയറിലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോപ്പർ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. അങ്ങനെ ബോൾസ് ആയിട്ട് നീഡ് ചെയ്തിട്ട് പോപ്പി ലീവ്സിൽ റാപ്പ് ചെയ്ത് ഷെയ്ഡിൽ വെച്ച് ഡ്രൈ ചെയ്യാം. ഇതാണ് കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓപ്പിയം. ഇനി കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? ഓപ്പിയത്തിലെ മെയിൻ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് പറയുമ്പോൾ ടോട്ടലി അവിടെ 35 ആൽക്കലോയിഡ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മേജർ ആൽക്കലോയിഡ് ആണ് മോർഫിൻ. അതർ ഇമ്പോർട്ടൻ്റ് ആൽക്കലോയിഡ്സ് ആണ് കൊഡീൻ, നാർക്കോട്ടിൻ, ടീബെയിൻ, പെപ്പാവരിൻ, നാർസിൻ, നിയോപ്പിൻ. ഓപ്പിയം ആൽക്കലോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോർഫിൻ ടൈപ്പ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് മോർഫിൻ, കൊഡീൻ, നിയോപ്പിൻ, ഓക്സിമോർഫിൻ, ടീബെയിൻ, പോർഫൈറോക്സിൻ. ടാലൈഡ് ഐസോക്വിനോളിൻ ടൈപ്പ് ഉണ്ട്. എക്സാമ്പിൾ ആണ് ഹൈഡ്രോകോട്ടാർണിൻ, നാർക്കോട്ടിൻ, നാർസിൻ, നാർക്കോട്ടോളിൻ. ബെൻസൈൽ ഐസോക്വിനോളിൻ ടൈപ്പ് ഉണ്ട്. പെപ്പാവരിൻ, കോഡമീൻ. ക്രിപ്റ്റോപ്പിൻ ടൈപ്പ് ഉണ്ട്. പ്രോട്ടോപ്പിൻ, ക്രിപ്റ്റോപ്പിൻ. അൺനോൺ അല്ലെങ്കിൽ മിസലേനിയസ് കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. അതാണ് ഷുഗേഴ്സ്, ആൽബുമിനസ് കോമ്പൗണ്ട്സ്, കളറിംഗ് മാറ്റർ, മോയ്സ്ചർ, സൾഫേറ്റ് ഒക്കെ. അഡീഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അനീസാൽഡിഹൈഡ്, വാനിലിൻ, വാനിലിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി സ്റ്റൈറിൻ, ഫ്യൂമാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാലിക് ആസിഡ്, ബെൻസൈൽ ആൽക്കഹോൾ, 2-ഹൈഡ്രോക്സി സിങ്കോണിക് ആസിഡ്, മെക്കോണിൻ, ഓഡറസ് കോമ്പൗണ്ട്സ്. ഇതൊക്കെയാണ് ഓപ്പിയത്തിലുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. അടുത്തത് യൂസസ് ഓഫ് ഓപ്പിയാണ്. ഓപ്പിയത്തിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഓപ്പിയത്തിനും മോർഫിനൊക്കെ മെയിനായിട്ട് നാർക്കോട്ടിക്, അനാൽജസിക്, സെഡേറ്റീവ് ആക്ഷൻസ് ആണുള്ളത്. പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയേറിയ, ഡിസെൻട്രി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കഫ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈലി അഡിക്റ്റീവ് ആണ്. പോപ്പി ക്യാപ്സ്യൂൾസിനാണെങ്കിൽ ആസ്ട്രിൻജൻ, സോംനിഫറസ്, സോപ്പോറിഫിക്, സെഡേറ്റീവ്, നാർക്കോട്ടിക് എഫക്ട്സ് ഒക്കെയാണ് ഉള്ളത്. അത് ആനോഡൈനായിട്ട്, അതായത് പെയിൻ റിലീവർ ആയിട്ടും എമോലിയൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൊഡീൻ ആണെങ്കിൽ മൈൽഡ് സെഡേറ്റീവ് ആക്ഷൻ ആണുള്ളത്. കോമൺലി കഫ് മിക്സ്ചേഴ്സിൽ ആൻറ്റി ഡെസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോസ്കപ്പിൻ അല്ലെങ്കിൽ നാർക്കോട്ടിന് നോൺ നാർക്കോട്ടിക് കഫ് സപ്രസൻ്റ് ആക്ഷൻ ആണുള്ളത്. സെൻട്രൽ ആൻറ്റി ഡിപ്രസീവ് ഡ്രഗ് ആയിട്ടും ആക്ട് ചെയ്യും. പെപ്പാവരിൻ ആണെങ്കിൽ സ്മൂത്ത് മസിൽ റിലാക്സൻ്റ് ആണ്. മസിൽ സ്പാസം ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പിയം, മോർഫിൻ, ഡൈ അസറ്റൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹെറോയിൻ ഒക്കെ ഡ്രഗ് അഡിക്ഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡ്രഗുകളാണ്.
മാർക്കറ്റഡ് പ്രൊഡക്ട്സ് ആണ് ടിഞ്ചർ ഓഫ് ഓപ്പിയം USP, മോർഫിൻ ഇഞ്ചക്ഷൻ USP. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പിയത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഓപ്പിയത്തിൻ്റെ സിനോണിംസ്: ബയോളജിക്കൽ സോഴ്സ്, ജിയോഗ്രഫിക്കൽ സോഴ്സ്, ഹിസ്റ്ററി, കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, യൂസസ്, മാർക്കറ്റഡ് പ്രൊഡക്ട്സ്. ഇത്രയാണ് ഓപ്പിയത്തിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തത് എഫിഡ്ര ആണ്. എഫിഡ്രേൻ്റെ സിനോണിമാണ് മാഹ്വാങ്. മാഹ്വാങ് എന്നാണ് എഫിഡ്രേന് പറയുന്ന വേറൊരു പേര്. ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ഡ്രൈഡ് യങ് സ്റ്റെംസ് ഓഫ് എഫിഡ്ര ജെറാർഡിയാന സ്റ്റാഫ്, എഫിഡ്ര നെബ്രോഡെൻസിസ് സ്റ്റാഫ്, ഫാമിലി ജെന്നിയേഷ്യ, എഫിഡ്രേഷ്യ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എഫിഡ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഡ്ര ജെറാർഡിയാന സ്റ്റാഫ് അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസിസ് സ്റ്റാഫിലെ ഡ്രൈഡ് യങ് സ്റ്റെംസ് ആണ്. അത് ഫാമിലി ഏതാണ്? എഫിഡ്രേഷ്യ അല്ലെങ്കിൽ ജെന്നിയേഷ്യ. ജിയോഗ്രഫിക്കൽ സോഴ്സ് മെയിൻലി ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ചൈന, പാകിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഇന്ത്യ, എക്സ്പെഷ്യലി ഹിമാലയയിലൊക്കെയാണ്. ഓസ്ട്രേലിയ, കെന്യ, സ്പെയിൻ, യുഗോസ്ലേവിയയിലൊക്കെയാണ് എഫിഡ്ര കൂടുതലായിട്ടും കാണുന്നത്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അമിനോ ആൽക്കലോയിഡ്സ് ആണ് അതിലെ മെയിൻ ആക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത്. നോർ എഫിഡ്രിൻ, എൻ മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ. അതർ ആൽക്കലോയിഡ്സ് ആണ് മാക്രോസൈക്ലിക് ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള എഫിഡ്രാഡിൻ. അത് മെയിൻലി റൂട്ട്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്സസോളിഡിൻ ഉണ്ട്. പിന്നെ അതിലുള്ള കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഡ്രിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഡയലൂട്ട് HCl വെച്ച് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് കോപ്പർ സൾഫേറ്റും NaOH വെച്ച് സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈതർ വെച്ച് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഓർഗാനിക് ലെയർ ഒരു പർപ്പിൾ കളറായിട്ടും അക്വസ് ലെയർ ബ്ലൂ കളറായിട്ടും മാറും. ഇതാണ് മെയിനായിട്ട് എഫിഡ്രയുടെ കെമിക്കൽ ടെസ്റ്റ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതോ മിമിറ്റിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ ബ്രോങ്കോ ഡൈലീറ്റർ ആണ്, ആസ്മേൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യും. ഹേ ഫീവറിൻ്റെയും അലർജിക് റിനൈറ്റിസിൻ്റെയും ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യും. ഹൈപ്പോടെൻസീവ് എഫക്റ്റ് ആണ് അതിനുള്ളത്. BP ഇൻക്രീസ് ചെയ്തും ഷോക്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്രിനാലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ഷൻ പ്രൊലോങ്ഡ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എഫിഡ്രിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എഫിഡ്രയിൽ സിനോണിംസ്, ബയോളജിക്കൽ സോഴ്സസ്, ജിയോഗ്രഫിക്കൽ സോഴ്സസ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും, കെമിക്കൽ ടെസ്റ്റും, യൂസസും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പിയം, എഫിഡ്ര എന്ന 2 ആൽക്കലോയിഡ്സിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ആൽക്കലോയിഡ്സ് നമുക്ക് സിങ്കോണ ഒരു ടോപ്പിക്കും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.